സ്വർണം പൂശാനുള്ള സ്പോൺസർഷിപ്പ് 2 തവണ ഏറ്റെടുത്തപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന ആരോപണമുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ 2ാം തവണ കൊണ്ടുപോകുമ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസൻ, തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണർ റെജിലാൽ, ദേവസ്വം വിജിലൻസ് SI രാകേഷ്, വിജിലൻസിൽ നിന്നു തന്നെ 2 ഉദ്യോഗസ്ഥർ, ദേവസ്വം ഗോഡ് സ്മിത്ത്, ദേവസ്വം ഗോഡ്മാർ ഇവരൊക്കെയും ഒപ്പമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ സുരക്ഷാ മാനദണ്ഡം പാലിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ. തൂക്കം കുറഞ്ഞതിനുള്ള കാരണം കണ്ടെത്തുന്നതിലൂടെ മാത്രമേ പിന്നണിയിലുള്ള പ്രതികൾ വെളിച്ചത്ത് വരികയുള്ളൂ. ഓണം പൂജകൾ കഴിഞ്ഞ് നടയടയ്ക്കുന്ന ദിവസം കൊണ്ടുപോയി കന്നിമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ സ്ഥാപിക്കാനായിരുന്നു പരിപാടി. ശബരിമല പോലെ അതീവ സുരക്ഷിതമായൊരു ഇടത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര വലിയ വീഴ്ച സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. ഹൈക്കോടതി നേരിട്ടിടപെട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പോലും അതിനെ മറികടക്കാൻ പല വഴികളും ഉണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. തേവരുടെ ആനയെ കൊണ്ട് കാട്ടിലെ തടി മോഷ്ടിക്കുന്നവരുടെ പാരമ്പര്യം അവസാനിക്കുന്നില്ല. ശബരിമല വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും മൂലസ്ഥാനമാണ്. അവിടെ പോലും തട്ടിപ്പ് നടത്തുന്നവർക്ക് ഒരു വിശ്വാസം തടസ്സമാകുന്നില്ല എന്നുള്ളതാണ്. സ്പോൺസർ പോലുള്ള വേഷങ്ങൾ കെട്ടി വരുന്ന അവതാരങ്ങൾക്ക് മുന്നിൽ കവാത്ത് മറന്നു നിൽക്കുന്ന സുരക്ഷയ്ക്കും ചുമതലപ്പെട്ടവരുണ്ട്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി വീണ്ടും നാളെ ഇതേ സമയം.